മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം വനം വകുപ്പ് തുടരുകയാണ്. നരഭോജി കടുവയുടെ ദൃശ്യം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ ആക്രമിച്ച അതേ സ്ഥലത്തു തന്നെയാണ് കടുവയെ കണ്ടതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കടുവ സൈലന്റ് വാലിയിൽ നിന്നുള്ളതാണെന്നും വനം വകുപ്പിന്റെ ഡാറ്റ ലിസ്റ്റിലുള്ളതാണെന്നും സ്ഥിരീകരിച്ചു. പരിസരത്ത് സ്ഥാപിച്ച 50 ക്യാമറകളിലൂടെ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. കടുവയുള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തിയാൽ മയക്കുവെടി വെക്കാനുള്ള സംഘവും സജ്ജമാണ്. അതേസമയം കാളികാവ് കടുവാ ദൗത്യത്തിന്റെ DFOയെ സ്ഥലം മാറ്റി. നിലമ്പൂർ സൗത്ത് DFOയെ തിരുവനന്തപുരം ഹൈക്കോർട്ടേഴ്സിലേക്കാണ് മാറ്റിയത്. ദൗത്യം പ്രധാന ഘട്ടത്തിലിരിക്കെയാണ് സ്ഥലം മാറ്റമുണ്ടായത്. നിലവിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയ K രാകേഷാണ് പുതിയ നിലമ്പൂർ സൗത്ത് DFO. ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെ ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ. വനം വകുപ്പിന്റെ ഊർജിതമായ തിരച്ചിലിൽ ഇന്നും കടുവയെ കണ്ടെത്താനായില്ല. CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കാളികാവിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കടുവയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുന്നതായിരിക്കും.